മാധുര്യവാനും സ്നേഹവാനുമായ നമ്മുടെ കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഒരു കർത്തൃ ദിവസം കൂടെ നമ്മെ വീണ്ടെടുത്ത് നമ്മുടെ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം നമുക്ക് ദാനം ചെയ്തതുകൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ എൻ്റെ ഹൃദയത്തിൽ പ്രേരണ ലഭിച്ച ഒരു വേദഭാഗത്തേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 22 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം മോശെ ഇസ്രായേലിനെ ചെങ്കടലിൽ നിന്ന് പ്രയാണം ചെയ്യിച്ചു. അവർ ശൂർ മരുഭൂമിയിൽ ചെന്നു. 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. മാറായിൽ എത്തിയപ്പോൾ മാറായിലെ വെള്ളം കുടിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അത് കയ്പുള്ളതായിരുന്നു. അതുകൊണ്ട് അതിന് മാറ എന്ന് പേരിട്ടു. അപ്പോൾ ജനം, ഞങ്ങൾ എന്തു കുടിക്കും എന്ന് പറഞ്ഞു മോശയുടെ നേരെ പിറുപിറുത്തു. അവൻ യഹോവയോട് അപേക്ഷിച്ചു. യഹോവ അവനൊരു വൃക്ഷം കാണിച്ചു കൊടുത്തു. അവനത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു. അവിടെ വെച്ച് അവൻ അവർക്കൊരു ചട്ടവും പ്രമാണവും നിയമിച്ചു. അവിടെ വെച്ച് അവൻ അവരെ പരീക്ഷിച്ചു. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രയീമ്യർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്നരുളി ചെയ്തു. പിന്നെ അവർ ഏലീമിൽ എത്തി. അവിടെ 12 നീരുറവും 70 ഈത്തപ്പനയും ഉണ്ടായിരുന്നു. അവർ അവിടെ വെള്ളത്തിനരികെ പാളയമിറങ്ങി. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വേദഭാഗം നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ വിവിധ നിലകളിലുള്ള അനുഗ്രഹീതമായ ചിന്തകൾ നമുക്ക് പകർന്നു തരുന്ന ഒരു വേദഭാഗമാണ്. നാം ഇവിടെ ദൈവം ചെങ്കടൽ പിളർന്ന് തൻ്റെ ജനത്തെ അക്കരയിലേക്ക് പ്രവേശിപ്പിച്ച് ഇസ്രായേൽ ജനം ശൂർ മരുഭൂമിയിൽ ചെന്നു. 3 ദിവസം അവിടെ വെള്ളം കിട്ടാതെ ഉഴന്നു നടന്നു എന്ന് വായിക്കുന്നു. അത് കഴിഞ്ഞ് അവർ കടന്നു ചെന്നത് മാറായിലേക്കാണ്. മാറായിലെ വെള്ളം കുടിക്കുവാൻ കഴിയാതെ വണ്ണം അത് കയ്പുള്ളതായിരുന്നു. അങ്ങനെ ആ സ്ഥലത്തെ വെള്ളം കയ്പുള്ളതായതുകൊണ്ട് അവർ ആ സ്ഥലത്തിന് മാറ, കയ്പ് എന്നർത്ഥമുള്ള ആ പേരിട്ടു. അങ്ങനെ മാറായിൽ അവർ ആയിരിക്കുമ്പോൾ ഈ കയ്പ് ഒന്ന് മാറുവാൻ, വെള്ളം പഥ്യമായി തീരുവാൻ മറ്റൊരു വഴിയുമില്ല. ശരിക്കുള്ള വഴി, ജീവിതത്തിൽ കയ്പിന്റെ അനുഭവം വരുമ്പോൾ, പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അതുപോലെ മോശെ ദൈവത്തോട് അപേക്ഷിച്ചു. നമ്മൾ അതാണ് വായിക്കുന്നത്. 25-ാം വാക്യത്തിൽ മോശെ യഹോവയോട് അപേക്ഷിച്ചു. യഹോവ അവനൊരു വൃക്ഷം കാണിച്ചു കൊടുത്തു. അവനത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു. അപ്പോൾ മാറായിൽ അവർ വന്നെത്തുന്നതിന് മുമ്പേ ഒരു വൃക്ഷം അവിടെ ഉണ്ടായിരുന്നു. സ്വർഗത്തിലെ ദൈവം ആ വൃക്ഷം അവിടെ കരുതിയത് അവർക്ക് വേണ്ടി. ആ വൃക്ഷം വെള്ളത്തിലേക്ക് ഇടുമ്പോൾ അത് മധുരമുള്ളതായി തീരും എന്ന് കരുതി തന്നെയായിരുന്നു. അതെ, നമ്മുടെ ദൈവം കരുതുന്നവനാണ്. ദൈവം ലോകസ്ഥാപനത്തിനു മുമ്പേ അറുക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാടായ ക്രിസ്തുവിനെ നിങ്ങളുടെയും എന്റെയും ജീവിതത്തിന്റെ കയ്പ് മാറ്റുവാനായിട്ട് കരുതി എന്നുള്ളത് നമുക്ക് തിരുവചനത്തിലൂടെ മനസ്സിലാക്കുവാൻ കഴിയും. അബ്രഹാം ഇസഹാക്കിനെ യാഗമർപ്പിക്കുവാനായിട്ട് കടന്നു ചെല്ലുമ്പോൾ അവിടെ ഇസഹാക്കിന് പകരമായി യാഗമാകുവാൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്ന ഒരു ആട്ടുകൊറ്റനുണ്ടായിരുന്നു. ഇസഹാക്കിനു വേണ്ടി അവിടെ ഒരു ആട്ടുകൊറ്റനെ ദൈവം കരുതിയിരുന്നു. അതുകൊണ്ട് അബ്രഹാമിന് പറയുവാൻ കഴിയും, യഹോവ ഇരേ. അതെ, ഇസ്രായേലിനു വേണ്ടി അവർ മാറായിലെത്തുമ്പോൾ അവിടുത്തെ മാറായിലെ കയ്പ് മാറ്റുവാനായിട്ട് ദൈവം അവർക്ക് വേണ്ടി ഒരു വൃക്ഷം കരുതിയിരുന്നു. ഈ വൃക്ഷത്തിന്റെ എന്തെങ്കിലും മധുരം നൽകുവാനുള്ള ശക്തി കൊണ്ട് ആ വെള്ളം മധുരമായി തീർന്നു എന്ന് നാം നനയ്ക്കേണ്ടതില്ല. പിന്നെയോ അത് സർവശക്തനായ ദൈവത്തിന്റെ പ്രവൃത്തിയാണ്, ദൈവത്തിന്റെ കരുതലാണ്, ദൈവത്തിന്റെ ശക്തിയാണ്. കാരണം കർത്താവ്
മോശയോട് പറഞ്ഞു, നിന്റെ കയ്യിലിരിക്കുന്ന വടി സമുദ്രത്തിന് നേരെ നീട്ടുക. അപ്പോൾ ചെങ്കടൽ രണ്ടായി പിളർന്നു. ആ വടിയുടെ ശക്തി അല്ല, പിന്നെയോ ദൈവം കൽപ്പിച്ചത് അതുപോലെ ചെയ്തപ്പോൾ ദൈവത്തിന്റെ ശക്തി പ്രവർത്തിച്ചതാണ്. ഇവിടെയും ഈ കയ്പുള്ള വെള്ളത്തെ മധുരമുള്ളതാക്കി തീർക്കുവാൻ ആ വൃക്ഷം ആ വെള്ളത്തിലേക്ക് ഇടുക എന്നുള്ളത് ദൈവം കൽപ്പിച്ചതുപോലെ മോശ ചെയ്തപ്പോൾ ആ വെള്ളം മധുരമുള്ളതായി തീർന്നു. ഇവിടെ നാം കാണുന്ന ഒരു പ്രത്യേക പ്രയോഗമുണ്ട്. ദൈവം അവിടെ വെച്ച് അവർക്കൊരു ചട്ടവും പ്രമാണവും നിയമിച്ചു. അത് കഴിഞ്ഞ് ദൈവം അവരോട് പറയുകയാണ്, അവന്റെ സകല വിധികളും അവർ അനുസരിച്ച് നടന്നാൽ അവർക്ക് ദൈവം സൗഖ്യദായകനായിട്ടിരിക്കും. ദൈവം പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. അതെ, മാറായിൽ വെച്ച് വെളിപ്പെട്ട സൗഖ്യദായകനായ ദൈവം യഹോവ റോഫ. അപ്പോൾ മാറായിലെ റോഫ, മാറായിലെ സൗഖ്യദായകൻ, ഐ ആം ദ ലോർഡ് ഹു ഹീൽസ് യു, യഹോവ റോഫ. അപ്പോൾ യഹോവ അവരുടെ സൗഖ്യദായകനാണ്. എവിടെ വെച്ചാണ് ഈ യഹോവ റോഫ എന്ന് തന്റെ പേര് ദൈവം വെളിപ്പെടുത്തിയത്? മാറായിൽ വെച്ച്. മാറ കയ്പിന്റെ അനുഭവമുള്ള സ്ഥലമാണ്. മാറായിലെ കയ്പ് മാറ്റുവാനായിട്ട് ദൈവം ഒരു വൃക്ഷം കരുതിയിരുന്നു. എന്നാൽ ദൈവത്തിന്റെ കൽപ്പനയും ചട്ടവും അനുസരിക്കുവാനായി ദൈവം അവർക്ക് തന്റെ കൽപ്പനകൾ അവിടെ വെച്ച് കൊടുത്തു. ആ ദൈവം പറയുകയാണ്, നീ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചു നടന്നാൽ, അനുസരിച്ചാൽ ഞാൻ നിനക്ക് യഹോവ റാഫയായിരിക്കും. മാറയിൽ വെളിപ്പെട്ട റാഫയെ നമുക്കിവിടെ കാണുവാൻ കഴിയും. മാറായിൽ വെളിപ്പെട്ട യഹോവ റാഫ, സൗഖ്യദായകനായ ദൈവം. അതെ, നിങ്ങളുടെയും എന്റെയും ജീവിതം പാപം നിമിത്തം കയ്പ് നിറഞ്ഞതായി തീർന്നിരുന്നു. പാപം നിമിത്തം ശാപഗ്രസ്തമായി തീർന്നിരുന്നു. നമ്മുടെ ജീവിതത്തിന് യാതൊരു മാധുര്യവും ഇല്ലായിരുന്നു. കയ്പ് നിറഞ്ഞ, കണ്ണുനീര് നിറഞ്ഞ, കഷ്ടത നിറഞ്ഞ ഒരു വല്ലാത്ത ജീവിതമായിരുന്നു നമ്മുടേത്. അത് പാപത്തിന്റെ അനന്തര ഫലമായിരുന്നു. ശൂർ മരുഭൂമിയിൽ വെള്ളമില്ലാതെ 3 ദിവസം അലഞ്ഞു നടന്ന ജനം, അവർ മാറായിൽ എത്തിയപ്പോൾ ഒരു വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്നാൽ അവിടെ കയ്പിന്റെ അനുഭവമായിരുന്നു. ഇതുപോലെ നിങ്ങളും ഞാനും ഈ ഭൂമിയിൽ ജനിച്ചു വളർന്നപ്പോൾ നമ്മൾക്ക് വലിയ പ്രതീക്ഷകൾ നൽകിയ ഇടത്ത് നാം കണ്ടത് കയ്പിന്റെ അനുഭവങ്ങൾ മാത്രമാണ്. ജീവിതത്തിൽ പരാജയം, യാതൊരു വിധത്തിലും വിജയം വരിപ്പാൻ കഴിയുന്നില്ല. നമ്മൾ ആഗ്രഹിക്കുന്നതൊന്നും സാധിക്കുന്നില്ല. എന്താ കാരണം? സകല കഷ്ടതകൾക്കും സകല ശാപത്തിനും സകല പരാജയങ്ങളുടെയും കാരണം പാപമായിരുന്നു. എന്നാൽ നമ്മുടെ പാപം നിറഞ്ഞ ആ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുവാൻ, നമ്മുടെ ജീവിതത്തിന് മാധുര്യം നൽകുവാൻ ഒരു വൃക്ഷം ഈ ജീവിതത്തിലേക്ക് വരേണ്ടതായിട്ട് വന്നു. ആ വൃക്ഷം മോശ വെള്ളത്തിലേക്ക് ഇട്ടതുപോലെ, അതെ, നമുക്ക് വേണ്ടി ഒരു പ്രവൃത്തി സ്വർഗത്തിലെ ദൈവം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു. കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ചത് കൊണ്ട്, അവന്റെ ആ രക്തം നമുക്ക് വേണ്ടി ചിന്തിയത് കൊണ്ട് നിങ്ങളുടെയും എന്റെയും പാപത്തിന് മോചനമുണ്ടായി. നാം 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നാം ആ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്, നാം പാപം സംബന്ധിച്ചു മരിച്ചു നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശുക്രിസ്തു ഏറ്റ മുറിവുകളാൽ നിങ്ങൾക്കും എനിക്കും സൗഖ്യം വന്നു. യേശു കർത്താവ് ചിന്തിയ രക്തം നിമിത്തം നമുക്ക് സൗഖ്യം വന്നു. അതെ, ഇവിടെ ഒരു വൃക്ഷം വെട്ടി ആ വെള്ളത്തിലേക്ക് ഇടേണ്ട, അല്ലെങ്കിൽ ഒരു ട്രീയുടെ ഒരു ബ്രാഞ്ച്, ഒരു വൃക്ഷത്തിന്റെ ഒരു കൊമ്പ് ആ വെള്ളത്തിലേക്ക് ഇടേണ്ട അവസ്ഥ, അല്ലെങ്കിൽ ആ വൃക്ഷം വെള്ളത്തിലേക്ക് ഇടേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഇതുപോലെ നിങ്ങൾക്കും എനിക്കും വേണ്ടി വെട്ടപ്പെട്ട, നിങ്ങൾക്കും എനിക്കും വേണ്ടി മുറിവുകളേറ്റ, നിങ്ങൾക്കും എനിക്കും വേണ്ടി അടിപ്പിണരുകളാൽ, നിങ്ങൾക്കും എനിക്കും വേണ്ടി ചോര ചിന്തി ക്രൂശിൽ മരിച്ച ഒരു കർത്താവ്,
അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് സൗഖ്യദായകനായ ദൈവമുണ്ട്. അതെ, അവൻ രോഗം ശീലിച്ചവനായിട്ടിരുന്നു. അവൻ നമുക്ക് സൗഖ്യം നൽകുന്നവനായിട്ട് തീർന്നു. അവൻ ദരിദ്രനായി തീർന്നു, നമ്മളെ സമ്പന്നരാക്കുന്നവനായിട്ട് തീർന്നു. നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത ആ വലിയ പ്രവൃത്തി ഈ കർത്തൃ ദിവസത്തിൽ നമുക്കൊന്ന് ധ്യാനിക്കാം. നമ്മുടെ കർത്താവ് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു തന്നു, നമ്മെ അവന്റെ മക്കളാക്കി തീർത്തു. നമുക്ക് പറയാം, നമ്മുടെ കയ്പിനെ മാറ്റി അതിനെ മാധുര്യമുള്ളതാക്കി തീർക്കുന്ന ദൈവം, നമ്മുടെ മാറായെ മാറ്റി റാഫ എന്ന ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അതെ, നമ്മുടെ കയ്പിനെ മാറ്റി മാധുര്യമുള്ളതാക്കി തീർത്തു. ഇവിടെ നിന്ന് ഈ ശൂർ മരുഭൂമിയിൽ നിന്നും മാറായിലേക്ക് വന്ന് ആ മാറായിൽ ദൈവം അവർക്ക് വെള്ളം മാധുര്യമാക്കി കൊടുത്തപ്പോൾ ദൈവം ഒരു വലിയ പാഠം അവരെ പഠിപ്പിക്കുകയായിരുന്നു. ഞാൻ സൗഖ്യദായകനായ ദൈവമാണ്. ഞാൻ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുന്ന ദൈവമാണ്. നിങ്ങളുടെ കയ്പ് മാറ്റി മാധുര്യമുള്ളതാക്കി തീർക്കുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് ആ ദൈവത്തിന് പേരിട്ടിരിക്കുന്നത് യഹോവ റോഫ. നമുക്കറിയാം, മോശയ്ക്ക് ദൈവം വെളിപ്പെട്ടപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ യഹോവയാകുന്നു. ആ യഹോവ സൗഖ്യദായകനാണ് എന്ന് മോശയ്ക്ക് ഇപ്പോൾ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അങ്ങനെ ആ വെള്ളം മാധുര്യമായി തീർന്ന് മധുരമുള്ള ജലം കുടിച്ച അവരുടെ പിന്നീടുള്ള ജീവിതയാത്ര എങ്ങോട്ടായിരുന്നു നാം കാണുന്നത്? അവർ എലീമിൽ എത്തി എന്നാണ്. എലീമിൽ 12 നീരുറവുകൾ ഉണ്ടായിരുന്നു. 12 ഗോത്രങ്ങൾക്കും ധാരാളമായി സംതൃപ്തിയോടെ കുടിക്കുവാൻ തക്കവണ്ണം, അവർക്ക് ഇഷ്ടം പോലെ ആ കുടിച്ച് തൃപ്തരാകുവാൻ തക്കവണ്ണം അവർക്ക് 12 നീരുറവുകൾ, 70 ഈന്തപ്പനകൾ, അവർക്ക് സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും ഒരു സ്ഥലമായിട്ട് അതിനെ മാറ്റുവാൻ ദൈവത്തിന് കഴിഞ്ഞു. നിങ്ങളും ഞാനും കയ്പിന്റെ അനുഭവം മാറി ഈന്തപ്പഴം തിന്നുന്ന ആ അനുഭവത്തിലേക്ക്, മാധുര്യമുള്ള വെള്ളം കുടിക്കുന്ന ആ അനുഭവത്തിലേക്ക് ഇസ്രായേൽ വന്നതുപോലെ ഇന്ന് എത്ര സന്തോഷമുള്ളവരായി തീർന്നു. അതിന്റെ കാരണം അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നു. അതെ, നിങ്ങൾക്കും എനിക്കും വേണ്ടി കാൽവറി ക്രൂശിൽ കഷ്ടത അനുഭവിച്ച് നമ്മുടെ രോഗങ്ങളെ വഹിച്ച, നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ച, നമ്മുടെ മരണം ഏറ്റെടുത്ത ആ കർത്താവിന്റെ മരണം നമുക്ക് കൊണ്ടുവന്ന സൗഖ്യത്തെ ഓർത്ത് മാറായിൽ വെളിപ്പെട്ട യഹോവ റാഫയെ, നമ്മുടെ സൗഖ്യദായകനെ നമുക്ക് ധ്യാനിക്കാം. കാൽവറിയിൽ നമ്മുടെ സൗഖ്യദായകനായി തീർന്ന, നമ്മുടെ പാപത്തിന്റെ പരിഹാരം വരുത്തിയ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ നമുക്ക് ധ്യാനിക്കാം. നമുക്ക് വേണ്ടി മരിച്ചവനെങ്കിലും ഉയർത്തെഴുന്നേറ്റ് ഇന്ന് മഹത്വത്തിൽ വസിക്കുന്ന, നമ്മെ ചേർക്കുവാൻ താമസമില്ല വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ധ്യാനിച്ച് പുത്രനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്ന പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ വീണ്ടും നമുക്ക് അവനെ ആരാധിക്കാം. നമുക്കൊരു വാക്ക് സ്തോത്രം ചെയ്യാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സർവശക്തനായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ പാപരോഗത്തിന് സൗഖ്യം തന്നതിനായി, അങ്ങ് ഞങ്ങളുടെ സൗഖ്യദായകനായി തീർന്നതിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. സകല സ്തുതിയും സ്തോത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.